അപ്പൊ ഇനി ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും കൂടി ഒന്ന് ആക്റ്റീവ് ആവാൻ നോക്കിക്കോട്ടെ. വേറൊന്നല്ല, ഈ ഫേസ്ബുക്കിന് പിന്നാലെ ഇപ്പതേ ഈ ഇൻസ്റ്റാഗ്രാം കൂടി നമുക്ക് ക്യാഷ് തരാൻ പോകുന്നു എന്നുള്ള രീതിയിലൊരു വാർത്ത കേട്ട് സംഭവം സത്യമാണെങ്കിൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ട് ഇൻസ്റ്റാഗ്രാം മാറും. കാരണം വേറൊന്നുമല്ല, 40,000 വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ $8 കൊടുക്കും എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത്. ഈ $8 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 700 സംതിങ് രൂപ വരും ഇന്ത്യൻ മണി. അപ്പൊ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാണ് ഈ പറയുന്ന $8 എന്ന് പറയുന്നത്. കാരണം ഈ ഫേസ്ബുക്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അധികം വ്യൂസ് ഒന്നും കിട്ടാതെയും, വ്യൂസ് കിട്ടിയാൽ നമുക്ക് ഈ പറഞ്ഞ $1 കിട്ടാതെ നമ്മൾ നല്ല രീതിക്ക് കഷ്ടപ്പെടണം. അപ്പൊ ഈ 40,000 വ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ $8 കിട്ടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം തന്നെ ആയിരിക്കുള്ളൂ ബെസ്റ്റ് വഴി. അപ്പൊ എല്ലാവരും ഇപ്പൊ ഇനി ഫേസ്ബുക്കിൽ മാത്രമാക്കണ്ട, എല്ലാവരും ഇൻസ്റ്റയിൽ കൂടിയും ഒന്ന് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിക്കൊള്ളുക. പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വേറൊന്നുമല്ല, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ പ്രൈവറ്റ് അക്കൗണ്ട് ആണെന്ന് ചെക്ക് ചെയ്യുക. പ്രൈവറ്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പബ്ലിക് ആക്കുക. ഒരു മടിയും കൂടണ്ട, നിങ്ങൾ പബ്ലിക് അക്കൗണ്ട് ആക്കിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ റീൽസും, നിങ്ങൾ വീട്ടുകാരായിട്ടാണെന്നുണ്ടെങ്കിലും കൂട്ടുകാരായിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ റീൽസ് ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വീഡിയോസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത് പറഞ്ഞു തരുന്ന വേറെ ഒന്നല്ല, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററുടെ, അതായത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരുടെ ഒരു വാർത്ത കണ്ടാണ് ഈ പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇൻസ്റ്റാഗ്രാം മാറും എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത്. സംഭവം സത്യമാണെങ്കിൽ ഏറ്റവും നല്ല വഴി, ക്യാഷ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. കാരണം ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ പോലെ മോണിറ്റൈസേഷൻ ഓണായി കിട്ടാൻ തന്നെ നല്ല പണിയാണ്. അത്യാവശ്യം ഈ ഒരുപാട് പേര് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ക്യാഷ് കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ഓൺ ആക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നവരുടെ ഒരുപാട് പേരുടെ അക്കൗണ്ട് അടിച്ചു പോയതായിട്ടും അതുപോലെ തന്നെ ഈ ബ്ലോക്കായി പോയതായിട്ടൊക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെയൊന്നും ആരും അങ്ങനത്തെ ചെറിയ എളുപ്പ വഴിയൊന്നും സ്വീകരിച്ചു എനിക്കറിയാൻ പാടില്ല. എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഫീച്ചറോ സംഭവം ഈ ഒരു സെറ്റിംഗ്സ് റെഡി ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന പേയ്മെന്റ് ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ $8 കൊടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഇൻസ്റ്റാഗ്രാം തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. അപ്പൊ എല്ലാവരും ഫേസ്ബുക്കിൽ മാത്രമായിട്ട് ചുരുങ്ങണ്ട, ഇൻസ്റ്റാഗ്രാമിലും കൂടി ഒന്ന് ആക്റ്റീവ് ആയിക്കൊള്ളുക. ഇൻസ്റ്റാഗ്രാമിൽ പ്രൈവറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഇപ്പൊ തന്നെ പബ്ലിക് അക്കൗണ്ട് ആക്കിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നേറിക്കോ. നിങ്ങൾക്ക് നല്ലൊരു പേയ്മെന്റ്, അതായത് നല്ല രീതിയിൽ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇൻസ്റ്റാഗ്രാം മാറും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. വേറെ ഒന്നല്ല, ഫേസ്ബുക്കിൽ ഫോട്ടോസും ടെക്സ്റ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ടു പോവാം. ഇതിനകത്ത് കൂടുതലും റീൽസ് തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ നോക്കാം. അത്യാവശ്യം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, പാചകം ചെയ്യാൻ കഴിവുള്ളവര്, അതുപോലെ തന്നെ പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാനൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ മടിക്കണ്ട, ചാടിപ്പുറപ്പെട്ടോ ഇൻസ്റ്റാഗ്രാമിലോട്ടോ ഫേസ്ബുക്കിലോട്ടായിട്ട്. കാരണം ഇതെല്ലാവർക്കും കിട്ടട്ടെ. അത്യാവശ്യം നമുക്ക് അത്ര അധ്വാനമുള്ള പണിയൊന്നുമല്ലല്ലോ. കാരണം നമ്മളിങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ കൂടിയും ഇതൊക്കെ ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡിനൊപ്പം പോട്ടെ എല്ലാവരും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവാൻ തയ്യാറായിട്ട് നിൽക്കുക.